ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരഞ്ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. 8 മണിക്ക് ഞെട്ടിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസത്തിന്റെ ഒരു 90% റിപ്പോർട്ടർ TV ചെലവഴിച്ചത് റോഷി പാൽ എന്ന് പറയുന്ന റിപ്പോർട്ടർ നടത്തിയ ഒരു സ്റ്റിഞ്ച് ഓപ്പറേഷൻ, അതായത് ഒളി ക്യാമറ വെച്ച് ഒരു കേസിൽ പ്രതിയായിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടാനുള്ള ഒരു പരിപാടി, സത്യം പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. റോഷി പാലിന്റെ ഉദ്ദേശത്തിലോ റിപ്പോർട്ടർ ചാനലിന്റെ ഉദ്ദേശത്തിലോ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചാൽ കണ്ടുള്ളത് റിപ്പോർട്ടർ ചാനലാണ്. പിന്നീട് പല ചാനലുകളിൽ സംഭവം വിട്ടു കളഞ്ഞിട്ടും റിപ്പോർട്ടർ ചാനൽ നികേഷ് കുമാർ ഈ വിഷയം ഇടയ്ക്കൊക്കെ ചർച്ചയ്ക്ക് എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ തുടർച്ചയായിട്ട് ഈ വിഷയത്തിൽ കൂടുന്ന ഒരു ചാനൽ എന്ന നിലയിൽ റിപ്പോർട്ടർ ചാനലിന്റെ ഉദ്ദേശശുദ്ധിയിലൊന്നും എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ സ്റ്റിഞ്ച് ഓപ്പറേഷനെ കാണുന്നത്, എനിക്ക് അതിൻ്റെതായ റീസൺ ഉണ്ട് ഞാനത് പറയുന്നതിൽ. ഇത് പൾസർ സുനി കൊടുത്ത ഒരു പണിയായിട്ടാണ്, അല്ലെങ്കിൽ പൾസർ സുനിയിലൂടെ ദിലീപ് കൊടുത്തൊരു പണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന് 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോ ഈ കേസ് നിലവിൽ ഏപ്രിൽ 11 ശേഷം ഈ മാസം ഒരു പകുതി ആകുമ്പോഴേക്കും വിധി വരാനിരിക്കുന്ന ഒരു കേസാണ്. ഈ അരുൺകുമാർ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ എല്ലാവരും ആവർത്തിച്ചൊരു വാക്കാണ്, വളരെ കാഠിന്യമുള്ള ഒരു വാക്കാണ് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ എന്ന് പറയുന്ന സംഭവം. കേൾക്കുമ്പോൾ എന്ത് ഇടിവിട്ട് സാധനമായിട്ട് തോന്നും. പോലീസിനോടോ കോടതിയോടോ പറയാത്തൊരു കാര്യം മറ്റൊരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോടോ സ്ഥാപനത്തോടോ പറയുന്ന ഒരു സംഭവമാണ് ഈ എക്സ്ട്രാ ജുഡീഷ്യറി കൺഫെഷൻ എന്നൊക്കെ പറയുന്നത്. അതിന്റെ ഒരു സ്കോപ്പ് ഈ കേസിൽ നമ്മൾ കാണുന്നില്ല. തെഹൽക്ക നടത്തിയ ഒരു സ്റ്റിഞ്ച് ഓപ്പറേഷൻ, ഗോദ്ര കലാവുമായിട്ട് ബന്ധപ്പെടുന്ന സ്റ്റിഞ്ച് ഓപ്പറേഷന്റെ ഒരു സംഭവമായിട്ട് കമ്പയർ ചെയ്തൊക്കെയാണ് ഇത് പറയുന്നത്. പക്ഷെ ഇവിടെ അതിന്റെ ഒരു സ്കോപ്പില്ല എന്ന് പറയാൻ കാരണം ഈ കേസിന്റെ വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞ് ഇനി വിധി പറയാനിരിക്കുകയാണ്. വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കുന്ന സമയം, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ തന്നെ വാദങ്ങൾ നിരത്തുന്ന സമയത്താണ് ഈ ഒരു കാര്യം വന്നിരുന്നെങ്കിൽ അതുകൊണ്ടൊരു ഗുണമുണ്ടായിരുന്നു. ഇപ്പൊ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇനി ബാക്കിയ കാര്യം ഞാൻ പിന്നീട് പറയാം. എന്താണ് റിപ്പോർട്ടിൽ ഇത് പുറത്തുവിട്ടതിന് ശേഷം ആഗ്രഹിക്കുന്നത്? അത് വ്യക്തമായിട്ട് സുജയ പാർവതി കഴിഞ്ഞ ദിവസത്തെ മീറ്റ് എഡിറ്റേഴ്സിൽ പറയുന്നുണ്ട്. വ്യക്തമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഇപ്പോൾ പൾസർ സുനിക്ക് കൊടുത്തിരിക്കുന്ന ജാമ്യ വ്യവസ്ഥ, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പൾസർ സുനിക്ക് കൊടുത്തിരിക്കുന്ന ജാമ്യ വ്യവസ്ഥയിൽ മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന ഒരു നിബന്ധനയുണ്ട്. അപ്പോൾ അതിജീവിതയ്ക്ക് വേണ്ടി 2 കാര്യങ്ങളാണ്. അതിജീവിതയ്ക്ക് വേണ്ടി ഈ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തുടരന്വേഷണം വേണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടുമോ, അതോ പൾസർ സുനിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന അപേക്ഷ അന്വേഷണ സംഘം നൽകുമോ? ഈ ചോദ്യത്തിന് ഉത്തരത്തിനായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ചോദ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം പുനരന്വേഷണം ഉദ്ദേശിക്കുന്നത് ഗൂഢാലോചന എന്ന് പറയുന്നത് തെളിയിക്ക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ 8ാം പ്രതിയായിട്ടുള്ള ദിലീപ് ഗൂഢാലോചന ഉൾപ്പെട്ടു എന്ന് പറയുന്ന, അല്ലെങ്കിൽ 1ാം പ്രതിയായിട്ടുള്ള പൾസർ സുനിയുമായിട്ട് ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്നവരും തെളിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് പറയുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞാൽ ഇതിന്റെ വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞു. ഇനി ആകെയുള്ളൊരു ഗുണം എന്താ? വേണമെങ്കിൽ പുനരന്വേഷണം എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ കേസ് വലിച്ചു നീട്ടാം. അങ്ങനെ വലിച്ചു നീട്ടാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആരായിരിക്കും? സത്യത്തിൽ ദിലീപ് ആയിരിക്കുമോ, അല്ലെങ്കിൽ ഇതിൽ ഇരയാക്കപ്പെട്ട നടിയായിരിക്കുമോ? എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ കേസിലൊരു വിധി ഉണ്ടാകണം, ഇതിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, അത് അതിവേഗം ശിക്ഷിക്കപ്പെടണം എന്നാണ്. ഇപ്പം എത്ര വർഷമായി ഇതിനിടയിൽ പല കാരണങ്ങളും പറഞ്ഞ് കേസ് മുന്നോട്ട് പോയി പുനരന്വേഷണം, CBI അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് കേസ് വലിച്ചു നീട്ടാൻ ആഗ്രഹിക്കുന്ന ദിലീപാണ്. ഇനി ഒരു പുനരന്വേഷണം വരികയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ കേസ് പിന്നെയും അങ്ങോട്ട് തള്ളിപ്പോവും. സത്യത്തില് ഇത് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ പുറത്തുവിട്ടത്? നിങ്ങളുടെ ഉദ്ദേശശുദ്ധി ഞാൻ വീണ്ടും അംഗീകരിക്കുന്നു. കാരണം ഈ വിഷയത്തിൽ തുടക്കം മുതലേ അതിജീവിതരൊപ്പം നിന്ന് സംസാരിച്ചാണ്. നമ്മൾ ഒരു വ്യക്തി എന്ന നിലയിൽ, അല്ലാതെ നമ്മളൊരു സാമൂഹ്യ പ്രവർത്തനമൊന്നും അല്ലല്ലോ, ഒരു വ്യക്തി എന്ന നിലയിൽ തുടക്കം മുതൽ തന്നെ ഫേസ്ബുക്കിലാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്ന വ്യക്തിപരമായ ചർച്ചയിലാണെങ്കിൽ പോലും അതിജീവിതയ്ക്കൊപ്പം നിന്നാണ് നമ്മൾ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനലിന്റെ ഈ സപ്പോർട്ട് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ കാണിച്ച അബദ്ധം, അല്ലെങ്കിൽ പൾസർ സുനി നിങ്ങളെ കൊണ്ടുപോയി ചാടിച്ച കുഴി, അത് ദിലീപിന് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പ്രതികൾക്ക് അഡ്വാൻറ്റേജ് ഉള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇനി ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് TV വിനി പറയുന്നൊരു കാര്യം, ചർച്ചയിൽ പറഞ്ഞ കാര്യം നേരിട്ട് പോകാം. പ്രോസിക്യൂഷൻ്റെ കേസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അയാൾ കുറേ കാര്യങ്ങൾ 313 പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത് വിത്തൗട്ട് പെർമിഷൻ ഓഫ് കോർട്ട് 327 ബാർ ഉള്ളതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഇയാൾ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ വെളിപ്പെടുത്തിയിരിക്കുന്ന പറയുന്നത്. അതായത് പോലീസിന് അറിയാവുന്ന, അല്ലെങ്കിൽ കോടതിക്ക് അറിയാവുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് എന്ത് അഡ്വാൻറ്റേജാണ് ഇയാൾക്ക് ഉണ്ടാവുന്നത്? അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ കേസിൽ രംഗങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച ഒറിജിനൽ ഫോൺ, ഒറിജിനൽ സിം കാർഡ് അതെവിടെ? കോപ്പി മാത്രമാണ് ഉള്ളതെന്നാണ് പറയുന്നത്. ആ ഭാഗം തന്ത്രപൂർവ്വം പൾസർ സുനി ഈ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടില്ല. ഇവിടെയാണ് സംശയം തോന്നുന്നത്. അത് തുടർന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനത് പറയാം. അത് ഇതല്ല, അത് കോപ്പിയാണ് അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ കൂടുതൽ കോപ്പി എടുത്ത് വെച്ചാൽ അത് ഏതെങ്കിലും തരത്തിൽ പുറത്തായോ? പേടിയുണ്ടോ? ഷൂട്ട് ചെയ്ത മൊബൈൽ ആർക്കാണ് കൊടുത്തത്? അത് അവിടെ
അത് പറയാൻ പറ്റാത്ത രഹസ്യമാണ്, അത് വെട്ടിയാണ്. ഈ വക്കീലുള്ളപ്പോൾ നമ്മൾ വേറെ പേടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ അപ്പൊ ഈ ഫോൺ എവിടെയാണ് എന്നുള്ള കാര്യം ഇപ്പോഴും ആർക്കറിയാൻ പാടില്ല. നശിപ്പിച്ച് കളഞ്ഞുവെന്ന് സത്യവാങ്മൂലം കൊടുത്തു എന്നാ പറയുന്നത്. പക്ഷെ ഇയാള് തന്നെ ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അത് പോലീസ് കണ്ടുപിടിക്കട്ടെ എന്ന വെല്ലുവിളിയാണ്. അതായത് ഇപ്പോഴെവിടെയും ആ ഫോൺ ഉണ്ടെന്നുള്ള കാര്യമാണ്. ഇനി നിങ്ങൾ ചേർത്ത് വായിക്കേണ്ടത് ഈ സംഭവമാണ്. ഇനിയാന്ന് ദിലീപ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിരുന്നു. ഈ കേസിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്നും CBI അന്വേഷിക്കണമെന്നായിരുന്നു അതിൻ്റെ ആവശ്യം. അതിലയാൾ പ്രധാനമായി ഉന്നയിച്ചിരുന്ന കാര്യം അതിലൊരു ഫോൺ കണ്ടെടുക്കാനുണ്ട് എന്നതാണ്. അത് 7-ാം തീയതിയിലേക്ക് ഫർദർ ഹിയറിങ്ങിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇതാണ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം സുജയ പാർവതി കറങ്ങാര പുനരന്വേഷണം, പിന്നീട് ഈ കേസിൽ ഫോൺ ഉണ്ട്, അത് നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല, ചിത്രീകരിച്ച ഫോണുണ്ട്, നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല, സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് തെറ്റാണെന്ന രീതിയിലാണ് പറയുന്നത്. ഇവർ പറയുന്നു ദിലീപ് ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നു, ഇത് പുനരന്വേഷണം വിടണം, കാരണം പുനരന്വേഷണത്തിന് വിടണം, കാരണം ഒറിജിനൽ ഫോൺ കണ്ടെത്തിയിട്ടില്ല. ഇപ്പം ആർക്കാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടായത്? കേസ് വലിച്ചു നീട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഇതിന് പുനരന്വേഷണം ഉണ്ടാകണം, വിധി ഉടനെ ഉണ്ടാവരുത്, ഇത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അവർക്ക് എറിഞ്ഞുകൊടുത്ത ഒരു എല്ലിങ് കഷണമാണ് ഈ സ്റ്റിഞ്ച് ഓപ്പറേഷൻ. ആ എല്ലിങ് കഷ്ണം എറിഞ്ഞു കൊടുത്തത് പൾസർ സുനിയാണ്. അത് കടിച്ചു പിടിച്ചത് റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടർമാരും ന്യൂസ് റീഡേഴ്സുമാണ്. ഒരു ദിവസം മുഴുവനും നമ്മൾ കണ്ടിട്ടില്ലേ, പട്ടിക്ക് ഒരു എല്ലിങ് കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്ര മണിക്കൂറുകൾ അതിൻ്റെ അപ്പുറം കടിച്ചുകൊണ്ടിരിക്കും. അതേപോലെ ഒരു ദിവസത്തിൽ 90% സമയം ഈ എല്ലിൻ്റെ അപ്പുറം കടിച്ച് സമയം കളഞ്ഞു. അപ്പോൾ സ്വാഭാവിക ആൾക്കാർ വിചാരിക്കും എന്തൊക്കെയാലും അതിജീവിതയ്ക്ക് അതൊരു അനുകൂലമായ സാഹചര്യമല്ല. അതിജീവിതയ്ക്ക് അനുകൂലമായ സാഹചര്യമാണമായിരുന്നില്ല, എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഇപ്പോൾ ഈ കോടതി വിധി വരുന്നതിന് മുൻപ് ഇതിട്ടതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജും ഇല്ലല്ലോ. കാരണം കേസ് വിധി പറയാനിരിക്കുകയാണ്, പ്രോസിക്യൂഷനൊക്കെ കഴിഞ്ഞു, വാദങ്ങളും പ്രതിവാദങ്ങളൊക്കെ കഴിഞ്ഞു. അതേസമയം ഈ കേസിന്റെ വിധി വന്നു. ആ വിധി ഇപ്രകാരമാണെന്ന് വിചാരിക്കുക. ഇതില് ഗൂഢാലോചന തെളിയിക്കപ്പെട്ടു, ദിലീപ് കുറ്റക്കാരൻ. ആ സമയത്ത് സ്വാഭാവികമായിട്ടും ദിലീപ് ഹയർ കോർട്ടുകളിൽ പോകുമല്ലോ അപ്പീലുമായിട്ട്. ആ സമയത്താണ് ഈ വീഡിയോ പുറത്തുവിട്ടിരുന്നതെങ്കിൽ അതിനുശേഷം അപ്പീലുമേൽ നടക്കുന്ന അതിജീവിതയുടെ വാദങ്ങൾക്ക് അതൊരു സപ്പോർട്ടായേനെ. ഈ മറ്റേ കേസിലാണെങ്കിലും ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടില്ല, ദിലീപിനെ വെറുതെ വിട്ടു. സ്വാഭാവികമായിട്ട് അപ്പോഴും ഈ അതിജീവിത അപ്പീലിന് പോകാൻ സാധ്യതയുണ്ട്. ആ സമയത്തും ഇതൊരു അഡ്വാൻറ്റേജ് ആയതിനെ. ഇതിപ്പോ എന്താ സംഭവം? ഇതിപ്പോ ഈ സമയത്ത് അവിടെ പുറത്തു വിടുകയാണ്, കേസ് നടക്കാനിരിക്കും, കേസിന്റെ വിധി വരികയാണ്. അപ്പൊ ഈ സമയത്ത് ഇതിനൊരു വാല്യൂ ഉണ്ട് എന്ന് കരുതി നടത്തിയ ഒരു തരം വാർത്തയുടെ വിൽപ്പന, അങ്ങനെ എനിക്കിതിനെ കാണാൻ പറ്റുന്നുള്ളൂ. അതിജീവിതയെ സഹായിക്കേണ്ടതാണ്. ഇപ്പം എല്ലാവരും എത്രയോ പേർ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ചുരുക്കം ആളുകളാണ് പേട്ടൻ എന്ന് പറഞ്ഞ് നടക്കുന്നത്, അല്ലെങ്കിൽ ദിലീപ് അനുകൂലി എന്ന് പറഞ്ഞു നടക്കുന്ന കുറെ ആളുകളുണ്ട്. രാഹുൽ ഈശ്വര്, ചെറു സത്യനന്ദേട്ട്, മഹേഷ്, ശാന്തിയുള്ള ദിനേശിനെ പോലുള്ള കുറെ ആളുകളും, പിന്നെ ചില ഫാൻസുകളും, പിന്നെ ഇയാളുടെ കൂടെ വാലായി നടക്കുന്ന കുറെ ആളുകൾ, കുറെ എർത്തുകൾ. ഇവരല്ലാതെ ഒരു വലിയ ഭൂരിഭാഗം വരുന്ന ജനങ്ങള് അതിജീവിതരൊപ്പം നിൽക്കുന്നവരാണ്. അങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ട്. അവർക്കെല്ലാം ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഒരു ഞെട്ടലൊന്നും ഉണ്ടാക്കിയില്ല. എനിക്കൊരു ഞെട്ടലുണ്ടായില്ല ഈ വെളിപ്പെടുത്തൽ കണ്ടപ്പോൾ. ഇതിലും ഭീകരമായത് സംഭവിച്ചിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നത്. അവരത് അത്ര അനുഭവിച്ചിട്ടുണ്ട് അതിജീവിതം. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇത് അവരുടെ കയ്യിലെറിയാനുള്ളൊരു വടി നമ്മൾ ഇട്ടുകൊടുത്തു. ഇനി ഞാനിതിനകത്ത് പൾസർ സുനി അറിഞ്ഞുകൊണ്ടാണോ ഈ ട്രാപ്പ് ഇട്ടെന്ന് പറയാനായിട്ടൊരു സാധ്യത. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. സ്വന്തം തീരുമാനത്തിൽ വരില്ല. അവൻ ഇങ്ങനെ അവനോട് എന്താ അങ്ങനെ, ഇതാണ് അവസ്ഥ. അപ്പുണ്ണിയുടെ കയ്യിൽ 2 ഫോൺ ഉണ്ടെങ്കിൽ ഒരു ഫോൺ ദിലീപേണ്ട ഫോണാണ്. അത് അപ്പുണ്ണിയാണ് മാനേജ് ചെയ്യണേ. അത് ആർക്കും ഇത് അറിയാൻ പാടില്ല. ആൾക്കാർ ഇപ്പൊ ഈ മഞ്ജുവിന് അറിയാൻ പാടില്ലായിരിക്കും, കാവ്യക്ക് അറിയാൻ പാടില്ലായിരിക്കും. പക്ഷെ അപ്പുണ്ണിക്ക് ഇപ്പൊ എന്റെ കയ്യിൽ 2 ഫോൺ ഉണ്ട്. അത് മറ്റേ ആള് പേഴ്സണൽ യൂസിന് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാകും, ഒരു തേർഡ് പേഴ്സൺ അവിടെ ഇരിക്കുന്നുണ്ട്. ആ തേർഡ് പേഴ്സൺ ഉണ്ടെന്ന് നമ്മൾ ഈ പൾസർ സുനിയുടെ മുഖഭാവം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അയാളുടെ പ്രസൻസ് അക്നോളജ് ചെയ്യുന്നുണ്ട്. അയാളുടെ കയ്യിലാണ് ക്യാമറ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ചുരുക്കം ചില സമയത്ത് അത് യാദൃശ്യമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ക്യാമറയിലേക്ക് പൾസർ സുനി നോക്കുന്നത് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റിഞ്ച് ഓപ്പറേഷൻ നടക്കുന്നുണ്ടെന്നൊരു ബോധ്യം അയാൾക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ റോഷി എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്? ഞാനൊരു 8 മാസം കൊണ്ട് ശ്രമിക്കുകയാണ്, അവസാനം ഇതിനെക്കുറിച്ചൊരു കഥ എഴുതാൻ പോകുന്നു, പുസ്തകം എഴുതാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ സമ്മതിച്ചത്. ഇയാൾ ഒരു ജേർണലിസ്റ്റ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഒരു കഥ എഴുതാൻ വേണ്ടി വിളിക്കുകയാണെങ്കിൽ ഇയാൾ സംസാരിക്കുന്നത് ആരോടാ? ഈ ഒരു വ്യക്തിയോട് മാത്രമായിരിക്കും. കഥ എഴുതാൻ പോകുന്ന ഒരാൾ കൂടെ ആയിരിക്കും. ആരാണ് ഈ മൂന്നാമത്തെ ആൾ? ഈ മൂന്നാമത്തെ ആൾ റോഷിയുടെ കൂടെ വന്നതാണെന്നുണ്ടെങ്കിൽ ആരായാലും അയാളെ മാറ്റി നിർത്തും. ഇത് പുറത്തു വിടാൻ പാടില്ല എന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ അയാളെ മാറ്റി നിർത്തും. ഇനി വേറൊരു സാധ്യത ഈ സുനിയുടെ ഗ്യാങ്ങിലുള്ള ഒരാളായിരിക്കണം. ഗ്യാങ്ങിലുള്ള ഒരാൾ ഇയാളെ ചാമ്പ്യതായിരിക്കണം. ഈ 2 സാഹചര്യങ്ങളിലും ആ തേർഡ് പേഴ്സൺ അക്നോളജ് ചെയ്തിട്ടാണ്
സുനി സംസാരിക്കുന്നത്. ഒരു രഹസ്യം ഒരാളോട് മാത്രം പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് മൂന്നാമത്തെ ആളുടെ പ്രസൻസിന് ഓക്കെ പറയുന്നത്. മാത്രമല്ല നിങ്ങൾ ഒരു ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, റോഷിയുടെ ഫോൺ പോക്കറ്റിൽ കിടക്കുന്നുണ്ട്, വേറൊരു ഫോൺ പോക്കറ്റിൽ കിടക്കും, അത് ക്യാമറ തിരിഞ്ഞാണ് കിടക്കുന്നത്. ഓക്കെ, ഇത്ര പ്രിക്കോഷൻ എടുക്കുന്ന ആളായിരുന്നെങ്കിൽ ആ ക്യാമറ തിരിഞ്ഞിരിക്കുന്ന സംഭവത്തെ അയാൾ പറഞ്ഞ് അതെടുത്ത് മാറ്റി വെക്കൂ. അത് ചിലപ്പോൾ ഓണായിരിക്കാം, ഓഫായിരിക്കാം, അതെടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞേനെ. അതൊന്നും പറയല്ല, കൃത്യമായിട്ട് അത് പുറത്ത് കാണാൻ കഴിയും ആ ഫോൺ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റിഞ്ച് ഓപ്പറേഷൻ ആണെന്നുള്ള ധാരണ, അല്ലെങ്കിൽ ഇവരൊരു സ്റ്റിഞ്ച് ഓപ്പറേഷൻ നടക്കുന്ന ധാരണ പൾസർ സുനിക്കുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരെ വിളിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ പുറത്തു വിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസ് വേണമെങ്കിൽ മുന്നോട്ട് തള്ളിക്കൊണ്ടുപോകാം. ഇനി ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് ഈ വിഷയത്തിൽ? ഒരു പ്രശ്നമില്ല, കാരണം ഇയാൾ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവരോടും പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണ് അഡ്വക്കേറ്റ് മിനി ഈ കാര്യത്തിൽ പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോടതിയിൽ പറഞ്ഞിട്ടുള്ളൂ, അത് പക്ഷെ പുറത്ത് പറയാൻ പറ്റില്ല, അതുകൊണ്ട് പറയുന്നില്ല. എന്നാൽ പറയാത്തൊരു വിഷയം കൊണ്ട് ഈ ഫോൺ എവിടെയാണെന്നുള്ളത് അത് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ബുദ്ധിപൂർവ്വമായിട്ട് കളിച്ചൊരു കളിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നതിനകത്ത്. ഇനി നമ്മൾക്കറിയേണ്ടത് പൾസർ സുനി മാത്രമാണോ അല്ലെങ്കിൽ 8ാം പ്രതിയുടെ അറിഞ്ഞിട്ടാണോ ചെയ്തിരിക്കുന്നത്. ഇയാളുടെ പിന്നാലെ കൂടി 8 മാസം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പുള്ളിക്കാരൻ പുറകെ നടക്കുന്നുണ്ട്, ഈ റോഷി എന്ന് പറയുന്നത്. അയാൾ എന്ത് ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഓക്കെ ഒരു കാര്യം ചെയ്യും, അയാൾ ഇങ്ങോട്ട് വിളിച്ച് പണി കൊടുക്കാം എന്ന രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ റൺ പേപ്പർ ആണെന്ന സിനിമ കണ്ടു. ആ സിനിമയിൽ സ്റ്റിഞ്ച് ഓപ്പറേഷൻ നടത്തുന്ന ക്യാമറമാൻ വേണു, മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം, അവരെ വിളിച്ചു വരുത്തിയിട്ട് പണിയെടുക്കുന്ന പരിപാടി അത്തരത്തിൽ കൊടുത്തൊരു ഊക്കൻ പണിയല്ലേ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. അത് മാത്രമല്ല, ഇത് നേരത്തെ പറഞ്ഞ ദിലീപ് അനുകൂലികളുണ്ടല്ലോ, അവർക്ക് എറിഞ്ഞെടുത്തൊരു വടിയാ. രാഹുൽ ഈശ്വരനത്ത് പറയുന്നൊരു കാര്യം കേട്ട് നോക്കാം. ഒരിക്കലുമില്ല ഈ കേസിൽ എങ്ങനെങ്കിലും പ്രതിഫലിക്കാനും വരുന്ന ഏപ്രിൽ 11 ക്ഷമിക്കണം, ഈ മാസത്തിനുള്ളിൽ കേസ് തീർക്കാൻ നിൽക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ വീണ്ടും എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് പൾസർ സുനി ശ്രമിക്കുന്നതാണോ എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? അതായത് കേസിന്റെ അവസാന ഘട്ടമാണ്, ലാസ്റ്റ് ആയിട്ടുള്ള എല്ലാവരുടെയും മൊഴി അല്ലെങ്കിൽ എല്ലാവരുടെയും വാദം കേൾക്കുന്നു, അവസാനം കോടതി വിധി വരാൻ പോകുന്നു. അപ്പൊ എന്തായാലും ഈ കേസിൽ ശ്രീ ദിലീപിനെതിരെ കടുകുമണിയോളം പോലും തെളിവില്ലാത്ത അവസരത്തിൽ പൾസർ സുനിയും ദിലീപിനെ എതിർക്കുന്ന ചില ആൾക്കാരും ചേർന്ന് ഒരു നാടകം കളിക്കുകയാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ കുറ്റം പറയാൻ കഴിയുമോ? കാരണം കഴിഞ്ഞ തവണ നാടകം കളിച്ചത് ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ 4 പോലീസുകാരെ ദിലീപ് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും ഒരു അന്വേഷണത്തിന് കഴിഞ്ഞ തവണ കേരള പോലീസിലെ ചിലർ, എല്ലാവരും അല്ല, ചിലർ നാടകം കളിച്ചിരുന്നു. സ്മൃതിജിക്ക് ശ്രദ്ധയില്ലേ? സ്മൃതിജിക്ക് പോലും ഒരു കൺസേൺ ഇല്ല കേരള പോലീസിനെ കുറിച്ച്. ആ 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ഇവിടെ ഒരുത്തനും മൈൻഡ് പോലും ചെയ്യുന്നില്ല. 4 കേരള പോലീസിലെ ഉദ്യോഗസ്ഥരെ ദിലീപ് കൊല്ലാൻ ശ്രമിച്ച കേസ് പുരോഗമിക്കുന്നേ ഇല്ല. എങ്ങനെയുണ്ട് ഇവർക്കൊക്കെ എറിയാൻ വേണ്ടി എടുത്ത വടി പോലെ ആയിപ്പോയി. ഇതൊരു നാടകമാണ്. കാരണം സ്വാഭാവികമായിട്ട് ചിന്തിച്ചാലായിരിക്കും മനസ്സിലാവുന്നേ. ആരെങ്കിലും അവനെ നിന്നു കൊടുക്കുമോ? ഈ റോഷിപാല എന്ന് പറയുന്ന ഒരു സാധാരണ റിപ്പോർട്ടറാണ്, ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാത്ത റിപ്പോർട്ടറാണെങ്കിൽ കുഴപ്പമില്ല. റിപ്പോർട്ടർ ചാനൽ ലൈം ലൈറ്റിൽ നിർത്തിയിട്ടുള്ള ഒരു റിപ്പോർട്ടറാണ് ഇയാൾ. പണ്ട് പ്രശാന്ത് രഘുവംശം എന്ന് പറയുന്ന റിപ്പോർട്ടർ ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്നു. നമുക്ക് ആ പേര് വളരെ പരിചിതമാണ്, കാരണം ഏഷ്യാനെറ്റ് ആ റിപ്പോർട്ടറിനെ ലൈം ലൈറ്റിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ലൈം ലൈറ്റിൽ നിർത്തിയിട്ടുള്ള ഒരു റിപ്പോർട്ടറാണ് റോഷിപാൽ. ഇയാൾ ആരും അറിയാതെ ഒന്നിരിക്കില്ല. അങ്ങനെ അറിയാവുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഇതുപോലൊരു റിസ്ക് എടുക്കാൻ ഈ പറയുന്ന സുനി തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതും ഒരു തേർഡ് പേഴ്സന്റെ സാന്നിധ്യത്തിൽ. ഇപ്പം എന്ത് സംഭവിച്ചു? ഇതൊരു നാടകമാണെന്ന് പറയുന്നു. നാളെ ഇയാൾ കോടതിയിൽ പോയിട്ട് പറയാണ് അങ്ങനെയൊന്നുമില്ല സാറേ, ഞാൻ വെറുതെ പറഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചടി കിട്ടാമെന്ന് റിപ്പോർട്ടർ ചാനലല്ല. കാരണം റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് തിരിച്ചടി ലഭിക്കാൻ സാധ്യതയുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അതിജീവിതയ്ക്ക് വേണ്ടി സംസാരിച്ചുള്ള ചാനൽ റിപ്പോർട്ടർ. അപ്പം അതിൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കാൻ വേണ്ടി ഈ ഒരു അവസരം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുഴിയിൽ കൊണ്ട് ചാടിക്കാൻ പൾസർ സുനിയോ 8ാം പ്രതിയായിട്ടുള്ള ദിലീപോ അല്ലെങ്കിൽ ആ ഗ്യാങ്ങോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതം ഉണ്ടായിരിക്കുന്നത്. ഇതേപോലെ വിടുവായത്തം പറയുന്നവർക്ക് സംസാരിക്കുന്ന ഒരു വിഷയമായി നാളെ ഇത് തന്നെ സജീവന്തിയായിട്ട് എടുത്തിടും. ഇത് തന്നെ എന്നാൽ 150 മണിക്കൂറോളം ദിലീപിന് വേണ്ടി സംസാരിച്ചു എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ആളാണ് ശാന്തിയുള്ള ദിനേശ്. അയാളൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, എന്തോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പോലെ പറയുന്ന അയാൾ. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ സംഭവം ഇട്ട് കൊടുക്കണം, നിങ്ങൾ എറിയൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ രാഹുൽ ഈശ്വരന് സ്വാഭാവികമായ പോഴത്തറോളുകൊണ്ട് കുഴപ്പമില്ല, അതും കൂടി ഒന്ന് കേൾപ്പിച്ചു തന്നേക്കാം. 2014-2015 ശ്രീ ദിലീപും ശ്രീ മഞ്ജു വാര്യരും ഡിവോഴ്സ് ചെയ്യുന്നത്. അതിന് പ്രതികാരം ചെയ്യുന്നത് 5 വർഷത്തിന് ശേഷമാണോ? അതായത് 2014-15 അതിന് മുമ്പേ അവർ കുറച്ചൊക്കെ സെപ്പറേറ്റഡ് ആണ്, വേണ്ട കോടതിയുടെ കണക്കെടുത്താൽ മതി. 2014 ജോയിന്റ് പെറ്റീഷൻ കൊടുക്കുന്നത്. 2015 അവർ ഡിവോഴ്സിന് കോടതി സമ്മതിക്കുന്നു. അങ്ങനെയുള്ള ഒരാൾ 2019 4 വർഷത്തിന് ശേഷം പ്രതികാരം ചെയ്തു നമ്മൾ വിശ്വസിക്കണോ? ഒന്ന്. 2016 ശ്രീ ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു. 2018 മഹാലക്ഷ്മി ശ്രീ ദിലീപിന്റെ രണ്ടാമത്തെ കാവ്യ മാധവന്റെ കുട്ടി ജനിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് പോകുന്ന ഇവർ 5 വർഷം മുമ്പ് നടന്ന കാര്യത്തിന് മേൽ അതിജീവിതയോട് 2019 ഇങ്ങനെ ചെയ്തു എന്നാണോ നമ്മൾ? അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ, ദൈവമേ, ഇയാളടുത്തൊക്കെ ഒരു കേസിനും ചെന്ന് പോയേക്കരുത് കേട്ടോ. ഇയാളൊക്കെയാണ് ദിലീപ് അനുകൂലി എന്നതിൽ നമുക്ക് സന്തോഷം. ഇനി ഇയാൾ പറഞ്ഞ പൊട്ടത്തരം എന്താണെന്ന് പറഞ്ഞുതരാം.
14-15 കാലഘട്ടത്തിൽ ഡിവോഴ്സ് നടക്കുന്നു. അതിന്റെ പ്രതികാരം 5 വർഷങ്ങൾക്ക് ശേഷം 4 വർഷങ്ങൾക്ക് ശേഷം ഒന്ന് പിന്നീട് തിരുത്തി പറയുന്നുണ്ട്. രാഹുൽ, ഈ സംഭവം നടന്നത് 2017 2017 ഫെബ്രുവരിയിൽ നടന്ന സംഭവമാണ്. അതെങ്ങനെ 5 വർഷമാകുന്നത്? 2014-15 പ്ലസ് ഒരു 2-3 വർഷം കൂട്ടിയാലേ 2017 ആകുള്ളൂ. നിങ്ങൾക്ക് എവിടെ തന്നെ ഈ 4-5 വർഷത്തിന് കണക്ക് കിട്ടിയത്? ഇനി കാവ്യമാധവന് കുട്ടിയുണ്ടാകുന്നത് 2018-19 അതിനു മുന്നേ ഈ കേസ് ഉണ്ട്. അപ്പോഴാണോ നിങ്ങൾ പറയുന്നത് ഇതിന് ശേഷം ഒരു പ്രതികാരം ചെയ്യാൻ, ഒരു പുതിയ ജീവിതം ആരംഭിച്ച ശേഷം പ്രതികാരം ചെയ്യാൻ ദിലീപ് ഇറങ്ങിത്തിരിക്കും എന്നുള്ളത്? എന്നാ മണ്ടത്തരമൊക്കെയാണോ വന്നിരുന്നു പറയുന്നത്? മണ്ടത്തരം പറയുന്നതിന് ഒരു പരിധിയൊക്കെ വേണ്ടേ? നിങ്ങളാണല്ലോ അഡ്വക്കേറ്റ് എന്ന് കേൾക്കുമ്പോൾ സന്തോഷം. ഇങ്ങനെയൊക്കെ ആയിരിക്കണം കേട്ടോ കോടതിയിൽ പോയിട്ട് ആൾക്കാർക്ക് വേണ്ടി വാദിക്കേണ്ടത്. എനിക്ക് ഓർമ്മ വരുന്ന ഏതൊരു സിനിമയിൽ ഈ കലാഭവൻ മണി അഡ്വക്കേറ്റ് ആവാൻ വേണ്ടി നടക്കുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അയാൾ വാദിക്കും, വലത് കാരണത്ത് അടിച്ചു ഇടത് കാരണത്ത് അടിച്ചു തെളിയിക്കാനുള്ള ഒരു വാദം നടത്തിയിട്ട് അവസാനം അടി മേടിക്കുകയാൾ. എന്നിട്ട് പറയും ഈ കൈ പുറംതിരിച്ചടിച്ചാലും അടിയുടെ കൊള്ളുമെന്ന് പറയും. അതേ ഒരു അടി മേടിക്കാനിരിക്കുന്ന ഒരു അഡ്വക്കേറ്റായിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി പ്രതികാരത്തിന്റെ കാര്യം, അതിനൊക്കെ കാലാവധിയുണ്ട്. ഇത്ര വർഷത്തിനുള്ളിൽ പ്രതികാരം എടുക്കണമെന്നുള്ളത്. ഒരു സംഭവം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ പ്രതികാരം എടുത്തോളാം, പിന്നീട് എടുക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ? വർഷങ്ങൾക്ക് ശേഷം പ്രതികാരം ചെയ്യുന്ന സംഭവങ്ങൾ, അവസരം കാത്തിരുന്ന് പ്രതികാരം ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയില്ലേ? ഭാഗ്യത്തിന് ഇത്തരം പൊട്ടന്മാരാണ് ദിലീപ് അനുകൂലം എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അത് തന്നെ വലിയൊരു സമാധാനം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഒരു സംഭവം ഇത് റിപ്പോർട്ടർ ടിവിയെ അങ്ങോട്ട് കൊണ്ട് കുഴിയിൽ ചാടിച്ചതാണ്. അതിനെ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ, ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോവുക, നാളെ ഇയാൾ ഈ പറഞ്ഞൊക്കെ ഞാൻ വെറുതെ പറഞ്ഞാണ് സാറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനലിന്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക. അതേപോലെ ഫോൺ കണ്ടെത്തണമെന്ന ആവശ്യം, അത് ദിലീപ് ആ കേസ് ഫയൽ ചെയ്തിരിക്കുന്ന പറയുന്നു 7-ാം തീയതി ഹിയറിംഗ് ഉണ്ടാവുമെന്ന് പറയുന്നു. ആ ഒരു കാര്യത്തിന് ഹൈലൈറ്റ് കിട്ടുന്ന രീതിയിൽ ഈ വിഷയം പൾസർ സുനി ഈ പറയുന്ന റോഷി വാലവറുടെ സംഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ പിന്നെ മൂന്നാമതൊരാളുടെ പ്രസൻസിൽ വെച്ച് പൾസർ സുനി കാര്യങ്ങളൊക്കെ പറയുന്നത്, ഇതെല്ലാം സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്ന സംശയം റിപ്പോർട്ടർ ചാനലിന് കൊടുത്ത ഊക്കൻ പണിയാണ് ഈസ്റ്റ് ഇന്ത്യ ഓപ്പറേഷൻ. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതി കാണാൻ വേണ്ടി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.